ഇറ്റ്സ് മീ സവിത ജോസ് ഫ്രം പൂത്തുരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് പ്യുർ മൊഡാലിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ. ഇത് വന്നിരിക്കുന്നത് അജ്രക് ഡിസൈൻസിലാണ്. 365 റുപ്പീസ് പെർ മീറ്റർ, 365 രൂപ പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള അജ്രക് പ്രിന്റുകളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ കുറച്ച് മെറൂണിഷ് ആയിട്ടുള്ള കളേഴ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ വിട്ട് വരുന്നത് 44 ഇഞ്ചിലും കൂടുതലായിട്ടാണ്. 44ന്റെ 46ന്റെ ഇടയിൽ നിൽക്കും. അത്രയും വിട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറിനകത്തേക്ക് നല്ല ഭംഗിയുള്ള ഒരു അജ്രക് പ്രിന്റ് ആണ് പോകുന്നത്. ഈ മൊഡാൽ എന്ന് പറയുമ്പോൾ മൊഡാൽ നമ്മൾ തന്നെ പലതരത്തിലുള്ള മൊഡാൽ ചെയ്തിട്ടുണ്ട്. ഇത് പ്യുർ മൊഡാലാണ് ഫാബ്രിക്. ഇതിനകത്ത് പ്രിന്റ് വന്നിരിക്കുന്നത് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ക്രീൻ പ്രിന്റ് അല്ലെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ പ്രിന്റ് പോലെയുള്ള ഒരു ടെക്നിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലേക്ക് വരുമ്പോൾ 500 എബവ് പെർ മീറ്റർ ഇതിന്റെ പ്രൈസ് വരും. ആ സെയിം ഫാബ്രിക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേജ് നോക്കിയാൽ അറിയാം. ഇതിനു മുമ്പ് നമ്മളൊരു റേഞ്ച് 400ന്റെയും 500ന്റെ ഇടയിലാണോ അതിന്റെ മുകളിലേക്ക് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്യുർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വന്നിരുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹാൻഡ് ബ്ലോക്ക് അല്ല ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രിന്റ് ആണ് ഇത് കേട്ടോ. ഫാബ്രിക് പ്യുർ മൊഡാൽ തന്നെ. നല്ല ഭംഗിയുള്ള അജ്രക് ഡിസൈൻ. ഇപ്പൊ മൊഡാലാണല്ലോ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്, അതുപോലെ തന്നെ അജ്രക്കും. അതിനകത്ത് ഇത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ, കുർത്തികളൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതും ഈ സെയിം ഫാബ്രിക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലൈനിങ് ഇല്ലാതെ ചെയ്യാം. കാരണം മൊഡാലിന് തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട്. അപ്പൊ വെയിറ്റ് പിന്നെയും നമ്മൾ ഇതിനകത്തേക്ക് ലൈനിങ് കൂടി ചേർക്കുമ്പോൾ ഫാബ്രിക് ഡ്രസ്സ് തന്നെ നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അല്ല ചിലർക്ക് ലൈനിങ് തന്നെ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു അജ്രക് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വണ്ണും അതുപോലെ തന്നെ, അതായത് ഈ എന്താ പറയുന്നത് മെറൂണിലേക്ക് തന്നെയാണ് ഇതിന്റെ ഡിസൈനും പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കുർത്തികളൊക്കെ ചെയ്യാം. അനാർക്കലി പോലെയോ ആലിയക്കട്ട് പോലെയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ ഒരു പീസ് എടുത്ത് അങ്ങനെയൊക്കെ നമ്മുടെ ഐഡിയ പോലെ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ ഒരു അജ്രക് ഡിസൈൻ. നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ്. നെക്സ്റ്റ് വേണം അജ്രക്കിൽ തന്നെ മെറൂണിഷ് കളറിൽ തന്നെയാണ്. 3 മെറൂണിന്റെ 3 ഡിസൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 3ഉം ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. ഇത് വരുന്നത് കുറച്ചുകൂടി ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ബ്ലാക്ക് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലാക്കിന്റെ യോക്ക് പാർട്ടിലൊക്കെ ഈ മെറൂണിൽ ഏതെങ്കിലും വെച്ചൊക്കെ ചെയ്യാം. കാരണം ഇതിനകത്ത് മെറൂൺ കളറിലുള്ള പ്രിന്റും കൂടെ പോകുന്നുണ്ട്. ഇതും ഒരു അജ്രക് സ്റ്റൈലിലുള്ള പ്രിന്റ് തന്നെയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു എന്താ പറയാ എലഗൻ ലുക്ക് ഫീൽ ചെയ്യുന്ന പോലത്തെ ഫാബ്രിക് തന്നെ. ഇങ്ങനെയാണ് ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതിന്റെ എല്ലാം ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇതിന്റെ പിക്ചർ കാണാൻ കഴിയുന്നതാണ്. ഇത് ഡ്രൈ വാഷ് ആണ് കേട്ടോ. പ്യുർ മോഡൽ ആയതുകൊണ്ട് ഹാൻഡ് വാഷ് അല്ല. ചിലരൊക്കെ പിന്നെയും കമന്റ് ചെയ്യണ കാണാറുണ്ട്. അപ്പൊ നമ്മൾ റിപ്ലിക്ക ചെയ്തതൊക്കെ ഹാൻഡ് വാഷ് ചെയ്യായിരുന്നു. പ്യുർ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മളൊരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിലാണ്. അജ്രക്കിന് അധികം കാണാത്ത ഒരു കളറാണ്, അല്ലെങ്കിൽ മൊഡാലിൽ അധികം കാണാത്ത ഒരു കളറാണ്. ഞാനിത് ഒരെണ്ണം മാത്രം ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കി ഇത് എങ്ങനെ ഇരിക്കും വന്നു കഴിയുമ്പോൾ. നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ പർപ്പിൾ ഷെയ്ഡിലേക്കാണ് ഇത് പോകുന്നത്. നമ്മളെപ്പോഴും ബ്ലാക്കും റെഡൊക്കെ കണ്ട് മടുത്തവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഈ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് എന്നുള്ളത്. വേറിട്ട് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഡസ്റ്റി ബ്ലൂ കളറിലേക്കാണ് പോകുന്നത്. സെയിം പ്രിന്റ്, ഇപ്പൊ നമ്മൾ കണ്ട പ്രിന്റ്. ഈ പ്രിന്റിന്റെ 3 കളർ ഉണ്ട്. ഒന്ന് ലൈറ്റ് പർപ്പിൾ, പിന്നെ ഒരു ഡസ്റ്റി ബ്ലൂ കളറിലേക്ക്. ലാസ്റ്റ് വൺ മെറൂൺ ആണ്, ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു റെഡ് ആണ് കേട്ടോ, മെറൂണിഷ് ആയിട്ടുള്ള റെഡ്. അപ്പൊ ഇതിനകത്തും സെയിം ആ ഒരു പ്രിന്റ് തന്നെ. ലാസ്റ്റ് കണ്ട 3 ഒരേ ഡിസൈൻ ഡിഫറെന്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഞാനതൊന്ന് വെച്ച് കാണിച്ചു തരാം. മെറൂണും റെഡും ബ്ലാക്കും ഒക്കെ, മെറൂണും ബ്ലാക്കും അതുപോലെ ഒരു ബ്ലൂ, അതൊക്കെ എപ്പോഴും ഈ അജ്രക്കിനകത്ത് മൊഡാലിനകത്ത് വരുന്ന കളേഴ്സ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് പ്യുർ മൊഡാലിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ. 44 ഇഞ്ചിനേക്കാളും കൂടുതലാണ് ഇതിന്റെ വിട്ട് വന്നിരിക്കുന്നത്. 365 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ള ഒരു 8891060225 ഒന്ന് കോൺടാക്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.